Hi everyone, welcome back to my channel. ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള ടെൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇംഗ്ലീഷിൽ ബേസിക്കായി 3 ടെൻസുകൾ ആണുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ വീഡിയോയിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ ഡീറ്റെയിൽസ് വിശദമായി നോക്കാം. അതിനു മുൻപായി വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നോക്കാം. പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥകൾ, പതിവ് പ്രവർത്തനങ്ങൾ, പൊതുവായ സത്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നിവ വിവരിക്കാൻ ഉപയോഗിക്കുന്നു. The simple present tense is used to express routines, habits, general truths or facts. ഉദാഹരണങ്ങൾ: She walks to the temple every day. Water boils at 100 degrees Celsius. The meeting starts at 3 p.m. tomorrow. അടുത്തതായി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ. ഉദാഹരണങ്ങൾ: They are studying for their exams at the moment. I am typing a message to you right now. മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ കാണിക്കാനും ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ചേഞ്ചിങ് സിറ്റുവേഷൻ. ഉദാഹരണങ്ങൾ: The weather is getting colder. Prices are increasing due to high demand. ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാണിക്കാനും ഉപയോഗിക്കുന്നു. To show definite future plans. ഉദാഹരണങ്ങൾ: We are attending a concert on Saturday evening. I am meeting my colleagues next week to discuss the projects. It is made by using am or is or are plus ing form of the verb. Present perfect tense ആണ് അടുത്തത്. ഭൂതകാലത്തിൽ ആരംഭിച്ചതും വർത്തമാനകാര്യവുമായി ബന്ധപ്പെട്ടതും ആയ കാര്യങ്ങൾ പറയുന്നതിനും ഇപ്പോൾ പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് actions that happened in the past and have connection to the present. It is also used to express just completed actions. ഉദാഹരണങ്ങൾ: I have studied for the exams. I have just finished reading the book. This tense is made by using has or have plus past participle of the verb. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഭൂതകാലത്തിൽ ആരംഭിച്ച് വർത്തമാനകാലത്തേക്ക് തുടരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ദൈർഘ്യം കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു ദ പ്രസൻറ്റ്. ഉദാഹരണങ്ങൾ: She has been studying for 2 hours. I have been living in this house for 10 years. This tense is made by using has or have plus been plus ing form of the verb. ഇതേപോലെ പാസ്റ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും 4 വീതം സബ് ഡിവിഷൻസ് ഉണ്ട്. സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ടെൻസസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.